ഹലോ, ഹാപ്പി ഹോം മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അത്തം ദിനാശംസകൾ. അങ്ങനെ കർക്കിടകത്തിലെ പെരുമഴയൊക്കെ തോർന്നു തോന്നുന്നല്ലേ. ചിങ്ങം പിറന്നു, ഇന്ന് അത്തമാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൽ സൗഹൃദവേദി കൂട്ടായ്മയുടെ വലിയൊരു അത്തപ്പൂക്കളം എല്ലാ വർഷവും ഒരുങ്ങാറുണ്ട്, കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പോൾ അത് കാണാൻ പോവാട്ടോ. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രവും അതിനു ചുറ്റുള്ള തേക്കിൻകാട് മൈതാനവും കേട്ടറിയാത്തതും കണ്ടറിയാത്തതും ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ ഓണാഘോഷ കാഴ്ചകളും അതുപോലെ തന്നെ പൂക്കളവും മറ്റ് ചെറുകിട കച്ചവടക്കാരും ഒക്കെ നിറഞ്ഞ് ശരിക്കും ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രതീതി തന്നെയാണ്. നമ്മൾ ചെന്നെത്തിയത് കറക്റ്റ് ഉദ്ഘാടനത്തിൻ്റെ സമയത്തായിരുന്നു. അത് ആ മാവേലിയുടെ ആ ഒരു രൂപം ഉയർത്തിക്കൊണ്ടായിട്ടാണ്, ഫ്ലാഗ് പോലെ ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞത് കേട്ടോ. ബഹുമാനപ്പെട്ട MLA രാജൻ ജെ പല്ലൻ സാറായിരുന്നു ഉദ്ഘാടകനായിട്ട് ഉണ്ടായിരുന്നത്. കൂടെ നമ്മുടെ തൃശ്ശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മാഡവും കൂടെ ഉണ്ടായിരുന്നു. തുടർന്ന് പൂക്കളം ഔദ്യോഗികമായിട്ട് സമർപ്പിച്ചതും അവർ തന്നെയായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരുപാട് വിശിഷ്ട അതിഥികളും ഉണ്ടായിരുന്നു. അമ്പലത്തിനോട് ബന്ധപ്പെട്ട, ദേവസ്വത്തിനോട് ബന്ധപ്പെട്ട, അതുപോലെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളും അവിടെ സന്നിഹിതരായിരുന്നു. ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ അത്തപ്പൂക്കളം. മനോഹരമായൊരു പൂക്കളം. തെളിവെയിലെ ആ ഒരു പൂക്കളം മനോഹരമായൊരു കാഴ്ചയായിരുന്നു. തുടർന്ന് അവിടെ നടന്നത് ഈ ഒരു പൂക്കളത്തിൻ്റെ ഔദ്യോഗികമായ സമർപ്പണ ചടങ്ങായിരുന്നു. ഒരു നിലവിളക്ക് വിശിഷ്ടാതിഥികളെല്ലാവരും കൂടെ കൊളുത്തുകയുണ്ടായി. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, അതായത് ഇതിനോട് ബന്ധപ്പെട്ട വിശിഷ്ടാതിഥികളെല്ലാവരും തന്നെ ഈ ഒരു പൂക്കളത്തിന് ഇവരെടുത്ത എഫേർട്ടിനെ കുറിച്ചൊക്കെ വളരെ ഭംഗിയായി സംസാരിച്ചു. ഒരു ആശയത്തെ ഇത്രയും മനോഹരമായൊരു പൂക്കളമാക്കാൻ ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ എഫേർട്ടും അതുപോലെ നല്ല മനസ്സും ഒക്കെ വേണം. അതിനെക്കുറിച്ച് വളരെ ഭംഗിയായി അവിടെ കൂടി നിന്നവരെല്ലാം സംസാരിച്ചു. പേരറിയാത്തതും അറിയുന്നവരുമായ ഒരുപാട് വിശിഷ്ടാതിഥികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മുൻ മന്ത്രി സുനിൽകുമാർ അവിടെ ഉണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് പേര്. പിന്നെ ഈ ഒരു പൂക്കളം കണ്ടാസ്വദിക്കാനും ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചടങ്ങിന് ശേഷം നമ്മൾ താഴോട്ട്, അങ്ങനെ ഔദ്യോഗികമായ എല്ലാ ചടങ്ങുകളും അവസാനിച്ചു. കുമ്മാട്ടിയാണ് കേട്ടോ ബാക്കിൽ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഇനി ഈ ഒരു പൂരപ്പറമ്പിൽ ഓണം വരെ ആഘോഷങ്ങളൊന്നും തന്നെ അവസാനിക്കുന്നില്ല. ഓണം കഴിഞ്ഞാലും തിരുവോണം കഴിഞ്ഞാലും അവസാനിക്കില്ല. അതിനുശേഷമാണ് നമ്മുടെ പ്രസിദ്ധമായ കുമ്മാട്ടിയും അതുപോലെ പുലിക്കളിയൊക്കെ ഉള്ളത്. ഇവിടെ വാദ്യമേളങ്ങളുണ്ട്, കുമ്മാട്ടിക്കളിയുണ്ട്, നാഗസ്വരമുണ്ട്. ഒരുപാട് ആഘോഷ പരിപാടികളാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ചുറ്റി നടന്ന് കാണാം. കുമ്മാട്ടിയെ കാണാനും കുമ്മാട്ടിയുടെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ തന്നെയാണ് ഞാൻ ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരും ഇന്ന് എത്തിയിരിക്കുന്നത്. നല്ല കടുത്ത വെയിലായിരുന്നു, പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എന്ത് വെയില്! ഇതല്ലേ മനസ്സിനൊരു സന്തോഷം തരുന്ന കാഴ്ചകൾ. എത്ര കണ്ടാലും കൊതി തീരാത്ത മനോഹരമായൊരു പൂക്കളവും. ഈ ഒരു ചെറിയ മൊബൈൽ ക്യാമറയുടെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നതല്ല കേട്ടോ ഈ ഒരു പൂക്കളത്തിൻ്റെ ഭംഗി. പക്ഷെ നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ മാത്രമുള്ള ഒരു ശരണം. പക്ഷേ നേരിട്ട് കണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റുന്നവരൊക്കെ പോയി കാണണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതുപോലുള്ളൊരു കാഴ്ച കാണേണ്ടത് തന്നെയാണ്. തൃശ്ശൂർക്കാരുടെ അഭിമാനമായ തൃശ്ശൂരിൻ്റെ സ്വന്തം വലിയൊരു പൂക്കളം. അപ്പോൾ ഇനി മറ്റു കാഴ്ചകളും കൂടെ കണ്ടാലോ. നിങ്ങൾ ഇദ്ദേഹത്തെ മുമ്പ് കണ്ടിട്ടുണ്ടോ? കലോത്സവ വേദികളിലൊക്കെ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം. തനിക്കിഷ്ടപ്പെടുന്ന പ്രത്യേകതയുള്ളവരുടെ ചിത്രങ്ങളെ കീചെയിനുകളാക്കി, കാരിക്കേച്ചറുകളാക്കി നൽകുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അവിടെ നിന്ന് താഴേക്കിറങ്ങിയപ്പോൾ അവിടെ ഒരു കൊച്ചു ആൾക്കൂട്ടം, ഒരു ചേട്ടനും അയ്യനും. ആ ഒരു പച്ച ഷർട്ടുകാരനുണ്ടല്ലോ, യാദവ് കൃഷ്ണ എന്നാണ് അവൻ്റെ പേര്. ആ കൊച്ചു മിടുക്കൻ ഇതവൻ്റെ പാരൻസാണ്. റുബിക് ക്യൂബ്സ് വെച്ച് അവൻ്റെ മാന്ത്രിക കൈകൊണ്ട് നമ്മുടെ മാവേലിയുടെ രൂപം സൃഷ്ടിക്കുകയാണ് അവിടെ. ഇതൊക്കെയാണ് നിജി ജസ്റ്റിൻ മാഡമൊക്കെ വളരെ കൗതുകത്തോടു കൂടി വീക്ഷിച്ചിരുന്നത്. കണ്ടോ, വളരെ മനോഹരമായിട്ടില്ലേ. ഇതിൻ്റെ പിന്നിൽ ആ യാദവ് കൃഷ്ണൻ്റെ മാന്ത്രിക വിരലുകളാണ്. കണ്ടോ, എന്തൊരു വേഗത്തിലാണ് അവൻ ഈ ഒരു മാവേലീനെ ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടോ, ഇതുപോലുള്ള മിടുക്കന്മാരൊക്കെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് അല്ലേ. അങ്ങനെ പല വലുപ്പത്തിലും ഡിസൈനിലും ഒക്കെയുള്ള തൃക്കാക്കരയപ്പന്മാരിവിടെ റെഡിയാണ്. അതുപോലെ ഓണത്തിന് പുതിയ ചട്ടികളിലും കലങ്ങളിലും കറി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പല വലുപ്പത്തിലും നിറത്തിലും ഒക്കെയുള്ള വിവിധങ്ങളായ മൺചട്ടികൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതെല്ലാം ഓണക്കാലത്തും ഇവിടെ ഉള്ളത് തന്നെയാണ്.
പിന്നെ ദാ നമ്മുടെ നാടൻ പലഹാരങ്ങൾ, അരിപൊരിയുണ്ട ഒക്കെ ഇവിടെ റെഡിയാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ട കടകളുണ്ട്, അതുപോലെ ആഭരണക്കടകളുണ്ട്, പിന്നെ വസ്ത്ര കച്ചവടക്കാരുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ഇതാ പൂക്കളുടെ അടുത്തെത്തി. അത്തം തുടങ്ങി ഇനി 10 ദിവസം നമുക്ക് പൂക്കളിടണ്ടേ? തുമ്പയും മുക്കുറ്റിയും കൃഷ്ണകിരീടവും എല്ലാം ഓർമ്മകളായെങ്കിലും നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ അല്ലേ? പൂക്കളും മാത്രമല്ല, പൂക്കൂടകളും നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ അത്തം ദിന കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഓണക്കാഴ്ചകളും ഓണാഘോഷങ്ങളും ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം!